എൻ്റെ വീട്ടിൽ തുള്ളലാണ് കേട്ടോ. തുള്ളലെന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയണ്ടായില്ല, അതായത് സർപ്പത്തുള്ളൽ എന്നൊക്കെ പറയും. അതാണ് കേട്ടോ തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. രാവിലെ ആയപ്പോൾ ഉപ്മാവും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയപ്പോൾ അവിടെ വാഴയും കൊണ്ട് പന്തലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓലയും കൊണ്ട് പല തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അവിടെ ചോറും സാമ്പാറും ചക്കക്കൂട്ടാനും മസാലക്കറിയും അച്ചാറും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ അവിടെ പൂജ തുടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നേ. പിന്നെ പൂജയുടെ ഭാഗമായിട്ട് പ്രസാദം കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ചുവന്ന തുണി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ആറം വിധാനിക്ക എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഫസ്റ്റ് കളത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഞങ്ങളുടെ അവിടുത്തെ ചേച്ചിമാരുടെ ഡാൻസ് ആയിരുന്നു. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. രണ്ടാമത്തെ കളത്തിൽ എൻ്റെ ചേച്ചിയും ആര്യയും കളത്തിലിരിക്കാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവർ താലം പിടിച്ച് നടക്കുന്ന കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ചടങ്ങുകളിലേക്ക് തുടങ്ങുന്നുണ്ടോ. പിന്നെ തിരുവഴിച്ചിൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഒരു പ്രത്യേക തരം ചടങ്ങായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ എല്ലാ കൊല്ലവും ഈ പരിപാടി നടക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാ പ്രാവശ്യം ഇത് കാണാനൊന്നും പറ്റാറില്ല. കാരണം ഞാൻ ഹോസ്റ്റലല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്കെന്തോ കാണാൻ ഭാഗ്യം ഉണ്ടായി കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു 3 മണിയായപ്പോൾ വരച്ച കളമാണ് ഇത്. അതായത് 3ാമത്തെ കളം, ഭൂതക്കളം എന്നൊക്കെ പറയുമല്ലോ. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ സമയത്ത് ഈ കാലിനും പൊറ്റിയും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വരുമല്ലോ. അത് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഏകദേശം 5 മണിയായപ്പോഴാണ് കേട്ടോ ഇന്ന് തുള്ളൽ കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബാക്കി നാളെ.